ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഡിസോൺ കലോത്സവത്തിനിടെ മരം കടപുഴകി വീണ് വിദ്യാർത്ഥിനി മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. ചിറ്റിരപ്പള്ളി സ്വദേശിനി അനുഷയാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ഡിസോൺ കലോത്സവം നിർത്തിവച്ചു. കൺസ്യൂമർ ഫെഡ് അഴിമതി കേസിൽ സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ ദ്രുത പരിശോധനയ്ക്ക് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി. അഴീക്കോട് ജങ്കാർ സർവീസിന്റെ അറ്റകുറ്റപ്പണിയിൽ അഴിമതി നടന്നിട്ടില്ലെന്ന അന്വേഷണ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതി തള്ളി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KV ദാസൻ, CC ശ്രീകുമാർ എന്നിവർ ഉൾപ്പെടെ 6 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നും കോടതി. കാരമുക്കിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് BTech വിദ്യാർത്ഥി ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. എറവ് സ്വദേശി ആകാശാണ് മരിച്ചത്. ആരോഗ്യ സർവകലാശാലയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തണമെന്ന് ഗവർണർ P സദാശിവം. ആതുര സേവന രംഗത്തേക്ക് വരുന്നവർക്ക് വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നതെന്നും ഗവർണർ. മോദി സർക്കാരിന്റെയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെയും തൊഴിൽ വിരുദ്ധ നയങ്ങൾ ഒന്നാണെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം നടത്തുന്നതെന്നും മൊയ്തീൻ. വിശദമായ വാർത്തകളിലേക്ക്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഡിസോൺ കലോത്സവം നടക്കുന്നതിനിടെ മരം കടപുഴകി വീണ് വിദ്യാർത്ഥിനി മരിച്ചു. 6 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരം. ചിറ്റിലപ്പള്ളി ശങ്കരമഠത്തിൽ അശോകന്റെ മകൾ അനുഷയാണ് മരിച്ചത്. ശ്രീകൃഷ്ണ കോളേജിലെ 1ാം വർഷ ഇക്കണോമിക്സ് ബിരുദ വിദ്യാർത്ഥിനിയാണ് അനുഷ. അക്കിക്കാവ് പന്തലത്ത് ദാസന്റെ മകൾ ഹരിത, കാണിപ്പയ്യൂർ സ്വദേശി കാണിപ്പയ്യൂർ വീട്ടിൽ സുരേഷിന്റെ മകൾ സുധില, മറ്റം ആളൂർ പാമ്പിങ്ങൽ ബാഹുലയന്റെ മകൾ ലയന, മരത്തങ്കോട് മലയംകുളം ബാബുവിന്റെ മകൾ ദിവ്യ, ചാലിശ്ശേരി ചണക്കുടി ശങ്കരന്റെ മകൾ ശ്രീലക്ഷ്മി, തൃത്താല കൊട്ടേപ്പാടം വടക്കേക്കര വാസുവിന്റെ മകൻ അഭിമന്യു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ ലയന, സുധില എന്നിവരുടെ നിലയാണ് ഗുരുതരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിന്റെ 2ാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ 10ഓടെയായിരുന്നു ക്യാമ്പസിനെ നടുക്കിയ ദുരന്തം നടന്നത്. വിദ്യാർത്ഥികൾ ക്യാമ്പസിലെ വൈശാലിപ്പാറയ്ക്ക് മുകളിൽ ഇരിക്കുമ്പോൾ ശക്തമായി വീശിയ കാറ്റിൽ സമീപത്തെ പടുകൂറ്റൻ മട്ടിമരം കടപുഴകി വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് ഭയന്ന് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും മരം ഇവർക്ക് മുകളിൽ പതിച്ചു. ഈ സമയം സംഭവം കണ്ടു നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്നവർ ഓടിയെത്തി മരങ്ങൾക്കിടയിൽ നിന്ന് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി. ശക്തമായ കാറ്റിൽ വലിയ ശബ്ദത്തോടെ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നുവെന്ന് കുന്നംകുളത്തെ മാധ്യമപ്രവർത്തകനും സംഭവത്തിന് ദൃക്സാക്ഷിയുമായ ഹരിദാസൻ പറഞ്ഞു. ഏകദേശം 10 മണിയോടെ കോളേജിൽ ഡിസോൺ സംഘാടക സമിതി സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ടാണ് ഞാനവിടെ എത്തിയത്. കോളേജിന് പിറകുവശത്ത് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള പാറയിൽ 6ഓളം വിദ്യാർത്ഥിനികളാണ് ഇരുന്നത്. കാർ പാർക്ക് ചെയ്യാനായി ഞാനവിടെ കാർ പാർക്ക് ചെയ്ത് അവർക്ക് ഡിസ്റ്റർബൻസ് വേണ്ടെന്ന് ഞാൻ ആക്കിയിട്ട് ഞാൻ ആ കാറ് പിറകിലോട്ട് എടുത്ത് ഒരു 10 മീറ്റർ പിറകിലോട്ട് വന്ന സമയത്താണ് ഈ മരം പൊട്ടി വീണതും ഇവരുടെ ശരീരത്തിൽ പതിച്ചതും. ക്യാമ്പസിലുണ്ടായിരുന്ന വാഹനങ്ങളിൽ പരിക്കേറ്റവരെ ചൂണ്ടൽ ആശുപത്രിയിലെത്തിച്ചു. ഗുരുതര പരിക്കേറ്റവരെ പിന്നീട് അമല ആശുപത്രിയിലേക്ക് മാറ്റി. അനുഷ സംഭവസ്ഥലത്ത് വെച്ചുതന്നെ മരിച്ചിരുന്നു. അനുഷയുടെ മരണത്തിൽ ആദരസൂചകമായി ഡിസോൺ കലോത്സവം നിർത്തിവെച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ഡിസോൺ കലോത്സവ വേദിയായ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ 2ാം ദിനത്തിലെ അനുഷയുടെ ആകസ്മികമായ വിയോഗം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി. കൗമാര കലാമാമാങ്കത്തിന് വേദിയുണരും മുൻപേ ക്ഷണിക്കാതെ എത്തിയ ദുരന്തം ക്യാമ്പസിനെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരണിയിക്കുകയായിരുന്നു. ആദ്യ ദിനത്തിൽ നടന്ന മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനം പ്രതീക്ഷിച്ച് 2ാം ദിനത്തിൽ ക്യാമ്പസിലെത്തിയ വിദ്യാർത്ഥികൾക്ക് മുന്നിലെത്തിയത് പ്രിയ കൂട്ടുകാരിയുടെ ചേതനയറ്റ ശരീരമായിരുന്നു. കൊടിയും തോരണങ്ങളുമായി ഉത്സവ പ്രതീതിയോടെ നിറഞ്ഞു നിന്നിരുന്ന ക്യാമ്പസിൽ അപകടത്തെ തുടർന്ന് സഹപാഠികളിലൊരാൾ വിടവാങ്ങിയെന്ന വാർത്തയും ശോകവും മൂകവുമാക്കി. മൃതദേഹം പൊതുദർശനത്തിനായി കോളേജിലെത്തുന്നതിനു മുൻപ് അനുഷയുടെ പ്രിയ കൂട്ടുകാരിലൊരാൾ തലകറങ്ങി വീണു. ഒരു ബെഞ്ചിൽ ഒന്നിച്ചിരുന്ന് കളിയും തമാശയും പറയാൻ അനുഷ ഇനി ഉണ്ടാകില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെയാണ് 1ാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥിനിയായ ആതിര ബോധരഹിതയായത്. അധ്യാപകരും സഹപാഠികളും ചേർന്ന് ഇവരെ ചൂണ്ടൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അനുഷയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി കോളേജിലെത്തിയപ്പോൾ അതുവരെ പിടിച്ചു നിന്നിരുന്നവരുടെ ദുഃഖം അണപൊട്ടിയൊഴുകി. കൊടിത്തോരണങ്ങൾ നീക്കം ചെയ്തും പ്രിയ കൂട്ടുകാരിക്ക് അനുശോചനം രേഖപ്പെടുത്തിയ ഫ്ലെക്സ് സ്ഥാപിച്ചും ക്യാമ്പസ് ദുഃഖത്തിൽ പങ്കാളികളായി.
മൃതദേഹം കോളേജിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമടക്കം വൻ ജനാവലി ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. അരമണിക്കൂർ നേരത്തെ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം ചിറ്റിലപ്പള്ളിയിലെ വസതിയിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് നടക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. ദുരന്തങ്ങൾ സംഭവിക്കുന്നത് മുൻകൂട്ടി കാണാനാകാതെ സംഭവം നടന്നതിന് ശേഷം മാത്രം ജാഗരൂകരാകുന്ന അധികൃതർക്ക് അനുഷയുടെ മരണം ഒരു പാഠമാണ്. 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ അപകടാവസ്ഥയിലായ 6 മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം മുഖവിലക്കെടുക്കാത്തതാണ് നാടിനെ നടുക്കിയ ദുരന്തത്തിന് കാരണമെന്ന് പരക്കെ ആക്ഷേപമുയർന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മരം വീണ് വിദ്യാർത്ഥിനി മരിക്കാനിടയായ സംഭവത്തിൽ കുറ്റക്കാരായവർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ശ്രീകൃഷ്ണ കോളേജിലെ മരത്തണലും വൈശാലിപ്പാറയും പ്രശസ്തമാണ്. ഒഴിവു സമയങ്ങളിൽ വിദ്യാർത്ഥികൾ ചിലവഴിക്കുന്നതും ഇവിടെയാണ്. ചുറ്റും നിരവധി മരങ്ങളുണ്ട്. ഇവയ്ക്കിടയിൽ ഏതു നിമിഷവും നിലം പൊത്താറായ മരങ്ങളുമുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന ഈ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. അനുഷയുടെ മരണത്തിനിടയാക്കിയ മരവും മുറിച്ചു നീക്കണമെന്ന് 2 വർഷമായി വിദ്യാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നതാണ്. ക്യാമ്പസിൽ ഇത്തരം അപകട ഭീഷണി ഉയർത്തുന്ന 6 മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനു വേണ്ടി 20,000 രൂപയുടെ എസ്റ്റിമേറ്റ് കണക്കാക്കി ഗുരുവായൂർ ദേവസ്വം മരാമത്ത് വിഭാഗത്തിന് കോളേജ് അധികൃതർ റിപ്പോർട്ട് നൽകിയിരുന്നു. മരാമത്ത് വിഭാഗം 2014 നവംബർ മാസം അജണ്ടയായി ഇക്കാര്യം ഭരണസമിതിയുടെ അനുമതിക്ക് വേണ്ടി വയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ അജണ്ട പലവിധ കാരണങ്ങളും നിരത്തി 1 വർഷത്തോളം മാറ്റിവെച്ചു. 1000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിൽ ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടും വേണ്ടത്ര ഗൗരവം നൽകാതിരുന്നത് മുൻ ദേവസ്വം ഭരണസമിതിയുടെ കുറ്റകരമായ അനാസ്ഥയും കൃത്യവിലോപവുമാണെന്ന് ക്ഷേത്ര രക്ഷാസമിതി ജനറൽ സെക്രട്ടറി M. ബിജേഷ് ആരോപിച്ചു. സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുട്ടിയുടെ ബന്ധുക്കൾക്ക് സർക്കാർ അർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകണമെന്നും പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സാ ചെലവ് വഹിക്കണമെന്നും കൃത്യവിലോപം നടത്തിയ മുൻ ഭരണസമിതിക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും രക്ഷാസമിതി ആവശ്യപ്പെട്ടു. ദുരന്തം നടന്ന പശ്ചാത്തലത്തിലെങ്കിലും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് പ്രതികരണവേദി ജനറൽ സെക്രട്ടറി വേണുഗോപാൽ പാഴൂർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഒരു വിദ്യാർത്ഥിനി മരിക്കുകയും ഒരുപാട് പേർക്ക് അപകടം സംഭവിക്കുകയും ചെയ്ത മരം വീണുള്ള ദുരന്തം 2014 ഈ മരം മുറിച്ചു നീക്കാൻ വേണ്ടി കോളേജ് അധികൃതർ ഗുരുവായൂർ ദേവസ്വത്തോട് ആവശ്യപ്പെട്ട് ദേവസ്വം മരാമത്ത് വിഭാഗം ഇത് സംബന്ധിച്ച ഫയല് ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിക്ക് അജണ്ട രൂപേണ സമർപ്പിച്ചു എന്നാണ് അറിയുന്നത്. അത് കഴിഞ്ഞ 2015 കാലാവധി കഴിഞ്ഞ് പോകുന്നതുവരെ ചന്ദ്രമോഹൻ കമ്മിറ്റി പലതവണ അജണ്ടകളിൽ വന്നതെങ്കിലും ഒരു തീരുമാനവും എടുക്കാതെ തള്ളിക്കളഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ദുരന്തമുണ്ടായത്. TCV ന്യൂസ്, ഗുരുവായൂർ. ഡിസോൺ കലോത്സവത്തിനിടെ മരം വീണ് മരിച്ച വിദ്യാർത്ഥിനി അനുഷയോടുള്ള ആദരസൂചകമായി വെള്ളിയാഴ്ച ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന് അവധിയായിരിക്കുമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. കൺസ്യൂമർ ഫെഡ് അഴിമതി കേസിൽ സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ ദ്രുത പരിശോധനയ്ക്ക് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. കൺസ്യൂമർ ഫെഡിന്റെ 2013, 2014, 2015 കാലഘട്ടത്തിൽ നടന്ന അഴിമതികൾ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മലയാളവേദി സംസ്ഥാന പ്രസിഡന്റ് ജോർജ് വട്ടുകുളം നൽകിയ ഹർജിയിലാണ് വിജിലൻസ് ജഡ്ജി SS വാസൻ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പരാതിക്കാരൻ ഉന്നയിച്ച 18 ആരോപണങ്ങളിൽ 3 ആരോപണങ്ങൾ അന്വേഷിക്കാൻ കോടതി ഉത്തരവായി. വിദേശമദ്യ ഇറക്കുമതിയിൽ കമ്മീഷൻ തട്ടിയെടുക്കൽ, 141 മണ്ഡലങ്ങളിൽ കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ മൊബൈൽ ത്രിവേണിക്ക് വേണ്ടി വാഹനങ്ങളുടെ ബോഡി കെട്ടിയതിൽ നടന്ന അഴിമതി, തിരുവനന്തപുരം പൂജപ്പുരയിൽ നീതി മെഡിക്കൽ സ്റ്റോർ നിർമ്മാണത്തിൽ നടന്ന ക്രമക്കേട് എന്നിവ സംബന്ധിച്ചാണ് അന്വേഷണം. മന്ത്രി CN ബാലകൃഷ്ണന് പുറമെ കൺസ്യൂമർ ഫെഡ് മുൻ MD റെജി G. നായർ, മുൻ പ്രസിഡന്റ് ജോയ് തോമസ്, മുൻ ചീഫ് ഓഫീസർ R. ജയകുമാർ, റീജിയണൽ ഓഫീസർ സുഷ് സുകുമാരൻ എന്നിവർക്കെതിരെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിദേശമദ്യം അതിൽ ഇവർ പറയുന്ന ചില അന്വേഷണം നടന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നടന്നു എന്ന് പറയുന്ന അന്വേഷണം നടക്കട്ടെ, എത്രയും വേഗം നടക്കട്ടെ എന്ന് കോടതി പറയുകയും അതോടൊപ്പം തന്നെ CM ബാലകൃഷ്ണൻ പ്രതിയായിട്ടുള്ള ജോയ് തോമസ് മുതൽ CN ബാലകൃഷ്ണൻ മിനിസ്റ്റർ വരെ പ്രതിയായിട്ടുള്ള ഈ കേസിൽ അന്വേഷണം വേണം. കോടതി തന്നെ പറഞ്ഞു അന്വേഷണം വേണം. അപ്പം മിനിസ്റ്ററെ ഒഴിവാക്കാൻ, മന്ത്രിയെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. കോടതി ഇതിൽ അന്വേഷണം വേണം, നടക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം 3 കാര്യങ്ങളിലാണ് പ്രത്യേകം നമ്മൾ കൊടുത്തതിൽ 18 കാര്യങ്ങളിൽ 3 കാര്യങ്ങളാണ് പ്രത്യേകം അന്വേഷിക്കാൻ വേണ്ടി കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ദ്രുതപരിശോധനാ റിപ്പോർട്ട് ഏപ്രിൽ 4-ന് ഹാജരാക്കാനും കോടതി ഉത്തരവിട്ടു. അതേസമയം മന്ത്രിക്കെതിരെയുള്ള അന്വേഷണം ഒഴിവാക്കണമെന്ന വിജിലൻസ് ലീഗൽ അഡ്വൈസറുടെ വാദം കോടതി തള്ളി. വിദേശമദ്യ ഇറക്കുമതിയിൽ 28.81 കോടി രൂപയുടെ അഴിമതിയും പൂജപ്പുരയിൽ നീതി സ്റ്റോർ കേന്ദ്രം നിർമ്മാണത്തിൽ
1 കോടി രൂപയുടെ അഴിമതിയും സഞ്ചരിക്കുന്ന ത്രിവേണി സ്റ്റോറിനു വേണ്ടി വാഹനങ്ങളുടെ ബോഡി കെട്ടിയതിൽ ഓരോ വാഹനത്തിനും 3 ലക്ഷം രൂപ വീതമുള്ള തട്ടിപ്പും നടത്തിയെന്നാണ് പരാതിക്കാരൻ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ. വിദേശമദ്യ ഇറക്കുമതിയിൽ മന്ത്രി 5 കോടി രൂപ കോഴപ്പണം പറ്റിയതായും പരാതിയിൽ ആരോപണമുണ്ട്. TCV ന്യൂസ്, തൃശൂർ. അഴീക്കോട് ജങ്ക സർവീസിന്റെ അറ്റകുറ്റപ്പണിയിൽ അഴിമതി നടന്നിട്ടില്ലെന്ന അന്വേഷണ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതി തള്ളി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KV ദാസൻ, CC ശ്രീകുമാർ എന്നിവർ ഉൾപ്പെടെ 6 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. അഴീക്കോട് മുനമ്പം ജങ്കാറിന്റെ അറ്റകുറ്റപ്പണിയിൽ അഴിമതി നടന്നിട്ടില്ലെന്ന വിജിലൻസിന്റെ ത്വരിത പരിശോധന റിപ്പോർട്ടാണ് തൃശൂർ വിജിലൻസ് കോടതി തള്ളിയത്. വിജിലൻസിന്റെ ത്വരിത പരിശോധന റിപ്പോർട്ട് തള്ളിയ കോടതി എറണാകുളം വിജിലൻസ് SP-യോട് അന്വേഷണം നടത്തി ഏപ്രിൽ 29-നകം റിപ്പോർട്ട് സമർപ്പിക്കുവാനും ഉത്തരവിട്ടു. കോടതി ഇന്ന് വിശദമായിട്ടുള്ള വാദം കേട്ട പ്രകാരം കോടതി പറഞ്ഞു, മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്നത് ചട്ടലംഘനം നടത്തി പണം പിടുങ്ങുന്ന ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് പ്രഥമ ദൃഷ്ടി അതിൽ കുറ്റം നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറ്റക്കാരായിട്ടുള്ള എല്ലാവർക്കും എതിരെ, അതായത് 6 പ്രതികളുള്ളത്. അതിൽ 1-ാം പ്രതി KV ദാസൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. 2-ാം പ്രതി CC ശ്രീകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ലീല സുബ്രഹ്മണ്യൻ, ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു. പിന്നെ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെ എതിരെ FIR രജിസ്റ്റർ. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KV ദാസൻ, CC ശ്രീകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ, മുൻ സെക്രട്ടറി ശിവകുമാർ, ഫിനാൻസ് ഓഫീസർ AJ വർഗീസ്, കരാറുകാരൻ വേണുഗോപാലൻ എന്നിവർക്കെതിരെയാണ് അന്വേഷണം. ജങ്കാർ അറ്റകുറ്റപ്പണിയിൽ 1,18 ലക്ഷം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വിദ്യ സംഗീത നൽകിയ ഹർജിയിലാണ് അന്വേഷണത്തിന് ഉത്തരവ്. കാരമുക്കിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് സ്വകാര്യ ബസ്സിനടിയിലേക്ക് തെറിച്ചുവീണ് BTech വിദ്യാർത്ഥി മരിച്ചു. എറവ് സ്വദേശി കുറ്റിച്ചിറ ഗോപിനാഥിന്റെ മകൻ 19 വയസ്സുള്ള ആകാശാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ കാരമുക്ക് വിളക്കുങ്ങൽ സഞ്ചരണ സമീപമായിരുന്നു അപകടം. വാടാനപ്പള്ളി ഭാഗത്തേക്ക് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ആകാശിന്റെ ബൈക്കിൽ എതിർദിശയിൽ വന്നിരുന്ന ബൈക്കിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ആകാശ് വാടാനപ്പള്ളി ഭാഗത്തേക്ക് പോയിരുന്ന യാത്ര എന്ന ബസ്സിനിടയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തുടർന്ന് ബസിന്റെ പിൻചക്രം ആകാശിന്റെ തലയിൽ കയറിയിറങ്ങിയെന്ന് പോലീസ് പറഞ്ഞു. ആകാശിന്റെ ബൈക്കിലിടിച്ച ബൈക്ക് നിർത്താതെ പോയി. ആക്സ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ആകാശിനെ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്തിക്കാട് പോലീസും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. കുന്നംകുളം റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ BTech മെക്കാനിക്കൽ വിദ്യാർത്ഥിയാണ് ആകാശ്. വിദ്യാഭ്യാസ മേഖലയിൽ മുൻപന്തിയിലുള്ള കേരളം പോലുള്ള സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാലയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുവാൻ തയ്യാറാകണമെന്ന് ഗവർണർ P. സദാശിവം പറഞ്ഞു. കേരള ആരോഗ്യ സർവകലാശാലയുടെ 4ാമത് ബിരുദദാന ചടങ്ങ് പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. സമീപകാലത്തായി നിരവധി രോഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗുരുതര രോഗങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിദഗ്ധ പഠനങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിനായി മറ്റ് സർവകലാശാലകളെപ്പോലെ ആരോഗ്യ സർവകലാശാലയും മുന്നോട്ട് വരണം. കേരളത്തിന്റെ പാരിസ്ഥിതിക അടിസ്ഥാന സ്വഭാവത്തിൽ ഊന്നിയുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കാകണം ആരോഗ്യമേഖല പ്രാധാന്യം നൽകേണ്ടതെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു. ബിരുദധാരികളായി ആതുര സേവന രംഗത്തേക്ക് വരുന്നവരെ വലിയ വെല്ലുവിളികളാണ് കാത്തിരിക്കുന്നതെന്ന് ഗവർണർ കൂട്ടിച്ചേർത്തു. ലഹരി ഉപയോഗമടക്കമുള്ളവ ഇവയിൽ പെടുന്നു. ഇത്തരം സാഹചര്യങ്ങളെ ആധുനിക ആരോഗ്യ സാങ്കേതികതയും മറ്റും ഉപയോഗിച്ച് നേരിടേണ്ടിവരും. അടിസ്ഥാന ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ അവബോധം ജനങ്ങളിലെത്തുന്ന രീതിയിലാകണം ആതുര സേവനം നടത്താനെന്നും ഗവർണർ പറഞ്ഞു. വിവിധ വിഭാഗങ്ങളിലായി റാങ്കുകൾ കരസ്ഥമാക്കിയ 10 ബിരുദധാരികൾക്കുള്ള സ്വർണ്ണ മെഡൽ ആരോഗ്യ സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ വിതരണം ചെയ്തു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MKC നായർ, പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ A. നളിനാക്ഷൻ, രജിസ്ട്രാർ ഡോക്ടർ MK മംഗളം, വിവിധ വിഭാഗം ഡീനുകൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മെഡിസിൻ, ഡെന്റൽ സയൻസ്, ആയുർവേദം, ഹോമിയോപ്പതി, നഴ്സിംഗ്, ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, അലൈഡ് ഹെൽത്ത് സയൻസ് എന്നീ വിഭാഗങ്ങളിൽ നിന്നായി പഠനം പൂർത്തിയാക്കിയ 8759 വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാനമാണ് ഗവർണർ നിർവഹിച്ചത്. ന്യൂസ് ഡെസ്ക് TCV. മോദി സർക്കാരിന്റെയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെയും തൊഴിൽ വിരുദ്ധ നയങ്ങൾ ഒന്നാണെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ പറഞ്ഞു. തൊഴിൽ നിഷേധത്തിനെതിരെയും നിയമന നിരോധനത്തിനെതിരെയും ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തൊഴിൽ തേടി അലയുന്ന യുവാക്കളുടെ ജീവിതം ഇരുളടഞ്ഞതാക്കി മാറ്റി. പൊതുജനാരോഗ്യ രംഗത്തെ ഒഴിവ് നികത്താൻ പോലും തയ്യാറാകാതെ ഉമ്മൻചാണ്ടി സർക്കാർ അനാസ്ഥ കാണിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ തകർത്തതിന് പുറമെ യാതൊരു നിയമനങ്ങളും സർക്കാരുകൾ നടത്തുന്നില്ലെന്നും മൊയ്തീൻ കുറ്റപ്പെടുത്തി. വാഗ്ദാനങ്ങളിൽ പന്നം കാണിക്കാത്ത മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. കേരളത്തിൽ ഏതെങ്കിലും വ്യവസായമോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ പുതുതായി തുടങ്ങാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം നടത്തുന്നത്.
കേരളത്തിലെ യുവാക്കളുടെ ഭാവി നഷ്ടപ്പെടുത്തിയ ഈ നയം തിരുത്തുവാൻ സർക്കാർ തയ്യാറാകണം. ഭരണം തുടരുന്നതിനായി ദുഷിച്ച കൂട്ടുകെട്ടുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ.വി. രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി.ബി. അനൂപ്, ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ കെ.കെ. മുബാറക്, ഒ.എസ്. സുമേഷ്, അനൂപ് ഡേവിസ് കാട തുടങ്ങിയവർ സംസാരിച്ചു. ഇനി TCV തേർഡായി. അപകടം കാത്ത് ഒരു ബസ് സ്റ്റോപ്പ്. വാർത്താദൃശ്യം അയച്ചു നൽകിയത് ജെയിംസ് മുട്ടിക്കൽ. തൃശൂർ കാഞ്ഞാണി റോഡിൽ അയ്യന്തോൾ ഔട്ട് പോസ്റ്റിലെ ബസ് സ്റ്റോപ്പിലാണ് അപകടം വാപ്പിളർന്നു നിൽക്കുന്ന ഈ കാഴ്ച. കോൺക്രീറ്റ് കാലുകൾ വേർപെട്ട് നിൽക്കുന്ന ഈ ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂര ഏതു നിമിഷവും നിലം പൊത്താം. നിരവധി യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന ഈ ബസ് സ്റ്റോപ്പിന് മുന്നിലൂടെ നിരവധി കാൽനട യാത്രക്കാരും വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട്. 2 വർഷമായിട്ടും പരാതി പറഞ്ഞിട്ട് മുറിച്ചു നീക്കാത്ത മരം വീണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ വിദ്യാർത്ഥിനി മരിച്ച സംഭവം നാം കണ്ടുകഴിഞ്ഞു. ഇനിയും ദുരന്തം ആവർത്തിക്കണമോ ഇത്തരം അനാസ്ഥകൾക്ക് അറുതി വരുത്താൻ എന്നാണ് ഈ ദൃശ്യങ്ങൾ വിളിച്ചു ചോദിക്കുന്നത്. ബസ് സ്റ്റോപ്പ് അപകടാവസ്ഥയിലാണെന്ന മുന്നറിയിപ്പ് ബോർഡെങ്കിലും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും അപേക്ഷ. നാലമ്പല തീർത്ഥാടന വികസന പദ്ധതികൾക്ക് ബജറ്റിൽ തുക അനുവദിച്ചു. നാലമ്പല തീർത്ഥാടന ക്ഷേത്രങ്ങളായ ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം, തൃപ്രയാർ ശ്രീരാമസ്വാമി, തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി, പായമൽ ശത്രുഘ്നസ്വാമി എന്നിവയ്ക്കായുള്ള വികസന പദ്ധതികൾക്കാണ് തുക അനുവദിച്ചത്. ആദ്യഘട്ടമായി മുഖ്യമന്ത്രി 1 കോടി രൂപ അനുവദിച്ചതായി ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അറിയിച്ചു. ഈ ക്ഷേത്രങ്ങളിൽ വികസന പദ്ധതികൾക്ക് തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് വിപ്പ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റ് ചർച്ചയുടെ മറുപടി പ്രസംഗത്തിൽ ആദ്യഘട്ടമായി 1 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. കുടൽമാണിക്യം ക്ഷേത്രത്തിൽ പാർക്കിംഗ് ഗ്രൗണ്ട്, കുട്ടംകുളം നവീകരണം, തൃപ്രയാർ ക്ഷേത്രത്തിൽ നടപ്പന്തൽ നീട്ടൽ, ഇൻഫർമേഷൻ സെന്റർ നിർമ്മാണം, തിരുമൂഴിക്കുളം ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴി നിർമ്മാണം, പായമൽ ക്ഷേത്രത്തിൽ നടപ്പന്തൽ നിർമ്മാണം തുടങ്ങിയവയാണ് പദ്ധതികളിൽ ഉൾപ്പെടുന്നത്. മൊത്തം 10 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അറിയിച്ചു. ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കൊരട്ടി ശാഖയിൽ നിന്ന് വ്യാജരേഖകൾ സമർപ്പിച്ച് 10 ലക്ഷം രൂപയുടെ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയ 4 പേരെ ചാലക്കുടി CI ബാബു കെ തോമസും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. തൃശൂർ കൊക്കാല വെളിയന്നൂർ സജീവ്, പൂങ്കുന്നം ഉഷ നിവാസിൽ വിവേകാനന്ദൻ, എൽത്തുരത്ത് കാട്ടുപറമ്പിൽ ശെൽവരാജ്, അയ്യന്തോൾ പുറക്കോട് അജിത് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. തട്ടിപ്പ് സംഘത്തിലെ സൂത്രധാരനെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പാലക്കാടുള്ള പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശമ്പള സർട്ടിഫിക്കറ്റും മറ്റു രേഖകളും വ്യാജമായി നിർമ്മിച്ചാണ് ഇവർ ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോൺ സംഘടിപ്പിച്ചത്. രേഖകൾ പരിശോധിക്കുന്നതിൽ ബാങ്കിന് പിഴവ് പറ്റിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. തൃശൂർ ജില്ലയിലെ മറ്റ് സഹകരണ ബാങ്കുകളിലും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ചാലക്കുടിയിലെ പ്രമുഖ സഹകരണ ബാങ്കിനെയും KSFEയെയും സംഘം തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കൊരട്ടി CI P രാജേഷ് കുമാർ, ASI സാദത്ത്, CPOമാരായ M സതീശൻ, CB ഷെറിൽ, VU സിൽജോ എന്നിവരും ഉൾപ്പെടുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. JNUവിലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KSUവിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ലോ കോളേജിൽ പഠിപ്പ് മുടക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. KSU മുൻ ജില്ലാ സെക്രട്ടറി അരുൺ മോഹൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് നിഖിൽ ദാമോദരൻ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ C ശിൽപ, വിഷ്ണു പ്രസാദ് V മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതേസമയം KSUവിന്റെ പ്രതിഷേധത്തിന് മുന്നിലേക്ക് മുദ്രാവാക്യമുയർത്തി ദേശീയ പതാകയുമായി ABVP പ്രവർത്തകർ എത്തി. ഏറെ നേരം മുദ്രാവാക്യം വിളിച്ചാണ് ഇരു വിഭാഗം പ്രവർത്തകരും പിരിഞ്ഞുപോയത്. JNU സർവകലാശാലയിലെ വിദ്യാർത്ഥി സമരം നരേന്ദ്രമോദി സർക്കാരിന്റെ പതനത്തിന് കാരണമാകുമെന്ന് AIYF ജില്ലാ സെക്രട്ടറി T പ്രദീപ് കുമാർ പറഞ്ഞു. സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ നേതാവും AISF നേതാവുമായ കനയ്യ കുമാറിനെ കോടതി വെളുപ്പിൽ വെച്ച് മർദ്ദിച്ച RSSന്റെ നടപടിയിലും അദ്ദേഹത്തിന് ജാമ്യം നൽകാത്തതിലും പ്രതിഷേധിച്ച് AISF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രദീപ് കുമാർ. പുന്നയൂർക്കുളം പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ വിജിലൻസ് അന്വേഷണം. കൈക്കൂലി, ഫയലുകൾ അകാരണമായി പിടിച്ചുവെക്കൽ എന്നിവ പതിവാണെന്ന പരാതിയെ തുടർന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ VS സരസ്വതിക്കെതിരെ തൃശൂർ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. വിജിലൻസ് സംഘം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഫയലുകൾ 1 മാസത്തിനകം പിടിച്ചുവെച്ചതായി വിജിലൻസ് കണ്ടെത്തി. പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെ എസ്റ്റിമേറ്റ് സമർപ്പിക്കുവാൻ മനഃപൂർവ്വം താമസം വരുത്തിയതായും കെട്ടിട നിർമ്മാണ പെർമിറ്റുകളിലും വിവിധ അന്വേഷണ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിലും
അകാരണമായി കാലതാമസം വരുത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പുന്നീർകുളത്തെ ഒരു സ്കൂളിലെ നിർമ്മാണത്തിനുള്ള MLA ഫണ്ടിന്റെ എസ്റ്റിമേറ്റ് 1 മാസത്തിലധികം വൈകിപ്പിച്ചതിനെ തുടർന്ന് വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച പരാതിയിൽ ഡിവൈഎസ്പി എ രാമചന്ദ്രന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, കെട്ടിടങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ, കെട്ടിടം മേഞ്ഞിട്ടുള്ള ഇരുമ്പ് ഷീറ്റുകൾ തുടങ്ങി കാറ്റിൽ അപകടം വരുത്തിവെക്കാൻ സാധ്യതയുള്ളവ അടിയന്തരമായി നീക്കം ചെയ്യണം. സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപന അധികൃതരും നടപടിയെടുക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. തൃപ്രയാറിൽ സ്വകാര്യ ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. വലപ്പാട് സ്വദേശി മധുവിനാണ് പരിക്കേറ്റത്. തൃപ്രയാർ തെക്കേ പമ്പിന് സമീപം ദേശീയപാതയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന വീണമോൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തൃപ്രയാറിൽ നിന്ന് വലപ്പാട്ടേക്ക് പോവുകയായിരുന്ന ഓട്ടോ മുമ്പിലുള്ള കാറിനെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഓട്ടോയിൽ നിന്ന് ഡ്രൈവർ പുറത്തേക്ക് ചാടിയതിനാലും യാത്രക്കാരില്ലാത്തതിനാലും ദുരന്തം ഒഴിവായി. കാൽമുട്ടിൽ പരിക്കേറ്റ ഡ്രൈവർ മധുവിനെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലപ്പാട് മീൻചന്ത ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറാണ് മധു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ സ്വകാര്യ ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നിട്ടുണ്ട്. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജിദ് പാരമ്പര്യ തനിമയോടെ പുനർനിർമ്മിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ പള്ളി അതേപടി നിലനിർത്തി ഭൂഗർഭ നിലയായാണ് നിർമ്മിക്കുന്നത്. ചേരമാൻ ജുമാ മസ്ജിദിൽ 1974, 1976, 2001 എന്നീ കാലഘട്ടത്തിൽ കൂട്ടിച്ചേർത്ത ഭാഗങ്ങളെല്ലാം പൊളിച്ചു നീക്കുകയും അകത്തെ പള്ളി എന്നറിയപ്പെടുന്ന പഴയ പള്ളി അറ്റകുറ്റപ്പണി നടത്തി നിലനിർത്തുകയും ചെയ്യും. ഭൂഗർഭ നിലയിൽ 4000-ഓളം പേർക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടാകും. ഭൂഗർഭ നിലയുടെ മുകൾ ഭാഗം മാർബിൾ വിരിച്ച് മോടി പിടിപ്പിക്കും. തുറസായ ഈ സ്ഥലത്ത് വെള്ളിയാഴ്ചകളിലും മറ്റും 2000-ഓളം പേർക്ക് നിസ്കരിക്കുവാനുമാകും. AD 629 സ്ഥാപിച്ച ചേരമാൻ ജുമാ മസ്ജിദ് പല ഘട്ടങ്ങളിലായി പുനർനിർമ്മിക്കപ്പെട്ടിരുന്നു. എന്നാൽ പരമ്പരാഗത രീതിയിലുള്ള അകത്തെ പള്ളി അതേപടി സംരക്ഷിച്ചായിരുന്നു പുനർനിർമ്മാണം. കോടികൾ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയം അഴകൊത്ത കാഴ്ചയായി മാറും. ഭൂഗർഭനില നിർമ്മിക്കുന്നതിന്റെ ഭാഗമായുള്ള മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള സാങ്കേതിക നടപടികൾ നേരത്തെ പൂർത്തിയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഔദ്യോഗിക അനുമതിയും ഇതിനകം ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഏതാനും മാസങ്ങൾക്കകം പള്ളിയുടെ പുനർനിർമ്മാണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ കൺസൾട്ടന്റായ ബെന്നി കുര്യാക്കോസാണ് ചേരമാൻ പള്ളിയുടെ പുനർനിർമ്മാണം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ടർക്കിഷ് പരമ്പരാഗത ശൈലിയിലാണ് പള്ളിയുടെ ഉൾഭാഗം തയ്യാറാക്കുക. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ രാജ്യത്തെ ആദ്യത്തെ മുസ്ലിം ദേവാലയം തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും പുതിയൊരു അനുഭവമായി മാറും. 2013 ചേർന്ന മഹല്ല് പൊതുയോഗമാണ് പള്ളി പുനർനിർമ്മിക്കുന്നതിന് അംഗീകാരം നൽകിയത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വൈദ്യരത്നം ഔഷധശാലയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ഒല്ലൂർ തൈക്കാട്ടുശ്ശേരിയിൽ പ്രൗഢഗംഭീരമായ തുടക്കം. വൈദ്യരത്നം ഔഷധശാല പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗവർണർ P. സദാശിവം നിർവഹിച്ചു. ആയുർവേദ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ വൈദ്യരത്നത്തിന് വരും തലമുറയ്ക്കായും വിലപ്പെട്ട സംഭാവനകൾ നൽകാനാകുമെന്ന് ഗവർണർ അഭിപ്രായപ്പെട്ടു. പലവിധ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആയുർവേദത്തിലൂടെയും പ്രകൃതി സൗഹൃദ ജീവിതത്തിലൂടെയും സാധിക്കുമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. CN ജയദേവൻ MP അധ്യക്ഷത വഹിച്ചു. MP വിൻസെന്റ് MLA, ധനലക്ഷ്മി ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ശ്രീറാം, ADM അനന്തകൃഷ്ണൻ, കോർപ്പറേഷൻ കൗൺസിലർ ബിന്ദു കുട്ടൻ, വൈദ്യരത്നം ഔഷധശാല ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ET നാരായണൻ മൂസ്, ET നീലകണ്ഠൻ മൂസ്, ET പരമേശ്വരൻ മൂസ്, ഡയറക്ടർ KK വാസുദേവൻ എന്നിവർ പങ്കെടുത്തു. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ്, സമ്പൂർണ്ണ ഔഷധഗ്രാമം, നിർധനരായ 75 രോഗികൾക്ക് സൗജന്യ ചികിത്സാ സഹായം, പ്ലാറ്റിനം സീരീസ് ഔഷധങ്ങൾ എന്നീ പദ്ധതികളും നടപ്പിലാക്കും. തൃശൂർ ശക്തൻ നഗർ മനോരമ ജംഗ്ഷന് സമീപം മിനി ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. ചാവക്കാട് സ്വദേശി സഞ്ജയ്ക്കാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30ഓടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് കെമിക്കലുമായി ചെറുതുരുത്തിക്ക് പോകുന്ന മിനി ലോറിയിൽ യു-ടേൺ തിരിയുന്നതിനിടെ കിഴക്കേക്കോട്ട ഭാഗത്തുനിന്ന് അമിത വേഗത്തിൽ വന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു. ട്രാഫിക് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പൊതുമേഖലയിൽ ആദ്യത്തെ ചക്ക സംസ്കരണശാല പൂപ്പത്തിയിൽ മാർച്ച് 1 പ്രവർത്തനം ആരംഭിക്കും. കേരള അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനാണ് ചക്ക സംസ്കരണശാല തുടങ്ങുന്നത്.
ചക്കയിൽ നിന്ന് 7 വൈവിധ്യ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിക്കും. മാർച്ച് 1 മന്ത്രി KP മോഹനൻ ചക്ക സംസ്കരണശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് TN പ്രതാപൻ MLA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതാണ് പദ്ധതി. പൂപ്പത്തിയിലെ 1 ഏക്കർ സ്ഥലത്ത് 1.5 കോടി രൂപ ചെലവഴിച്ചാണ് ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നത്. കാംകോ 3 പതിറ്റാണ്ട് മുമ്പ് വാങ്ങി അനാഥമായി കിടന്ന സ്ഥലത്താണ് TN പ്രതാപൻ MLAയുടെ ആശയത്തിൽ ചക്ക സംസ്കരണശാല നിർമ്മിച്ചത്. 1.5 വർഷം കൊണ്ടാണ് ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയത്. രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി 1.25 ലക്ഷം രൂപ കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ, പേരക്ക, മാങ്ങ എന്നിവയുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയാണ് രണ്ടാം ഘട്ടത്തിലെ പദ്ധതി. 1 വർഷം കൊണ്ട് രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് MLA അറിയിച്ചു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായി ഡോക്ടർ TS ഷംഷാദ് ബീഗത്തെ നിയമിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിരുന്ന ഡോക്ടർ K ബാലഗോപാൽ രാജിവെച്ചതിനെ തുടർന്നാണ് ഡോക്ടർ ഷംസാദ് ബീഗത്തെ പുതിയ സൂപ്രണ്ടായി നിയമിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉത്തരവിറക്കിയത്. PD ജോസഫ് എന്ന വ്യക്തിയെ CPMന്റെ ചട്ടുകമാക്കി കോൺഗ്രസ് പാർട്ടിയെയും പ്രവർത്തകരെയും ദ്രോഹിക്കുകയാണെന്ന് കോലഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജനുവരി 29 വീടാക്രമിച്ചുവെന്ന സംഭവം ജോസഫ് സ്വയം ചെയ്തതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജോസഫിനെതിരെ വിശ്വാസവഞ്ചനാ കേസുകൾ നിലവിലുണ്ട്. കേസ് നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി നിരവധി പേരിൽ നിന്ന് PD ജോസഫ് പണം കൈപ്പറ്റിയുള്ളതായും കോലഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീബ ഗിരീഷ്, യൂത്ത് കോൺഗ്രസ് കോലഴി മണ്ഡലം പ്രസിഡന്റ് ലീൻസൺ തിരൂർ, വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി KA ആഷിഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട KSRTC ഡിപ്പോയിലെ ജീവനക്കാർ വെള്ളിയാഴ്ച നടത്താനിരുന്ന സൂചനാ പണിമുടക്ക് മാറ്റിവെച്ചു. ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ തൊഴിലാളി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പണിമുടക്ക് മാറ്റിവെച്ചത്. ഇരിങ്ങാലക്കുട ഡിപ്പോ ടയർ ഇൻസ്പെക്ടറായ സജീഷ് ബാബുവിനെ മാനസികമായി പീഡിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സർവീസുകൾ നിർത്തിവെച്ച് സമരം നടത്തുവാൻ തീരുമാനിച്ചിരുന്നത്. തിരൂർ കോഞ്ചേരിയിൽ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചെങ്കിലും വൻ ദുരന്തമൊഴിവായി. മനശ്ശേരി കുമാരൻ നായരുടെ വീട്ടിലാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. സംഭവ സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. പൊട്ടിത്തെറിയിൽ സിറ്റൌട്ടിൽ വെച്ചിരുന്ന ഗ്രൈൻഡറും വാഷിംഗ് മെഷീനും കത്തിനശിച്ചു. വീടിന്റെ ജനൽച്ചില്ലുകൾ പൊട്ടിത്തെറിച്ചു. സമീപത്തെ ഞെള്ളേരി രഘുവിന്റെ വീട്ടിലെ ജനൽച്ചില്ലുകളും തകർന്നു. സംഭവം അറിഞ്ഞ് തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. പിടികിട്ടാപ്പുള്ളിയായ കോട്ടയം സ്വദേശി ബെന്നിയെ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള LP സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ഹോംഗാർഡിനെ ആക്രമിച്ച കേസിൽ ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസർ ജോയിയെ ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന ഇടുക്കി ജില്ലയിലെ രാജാക്കാട് സ്വദേശി CB ജോർജിനെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള LP സ്ക്വാഡ് പിടികൂടി. വിനോദൻ ശങ്കർ, പ്രീബു, ശശിധരൻ എന്നിവർ ചേർന്നാണ് ഇടുക്കി ജില്ലയിലെ കുരിശുപാറയ്ക്കടുത്തുള്ള പ്ലാമലയിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെട്ടുകാടിൽ ഗുണ്ടാ സംഘങ്ങൾ ചാരായം വാറ്റുന്നതറിഞ്ഞ് പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ പ്രതി പിന്നീട് കർണാടകയിലും മലമ്പുഴ വനമേഖലയുമായി ഒളിവിൽ കഴിയുകയായിരുന്നു. വെട്ടിക്കാട് സ്വദേശിനി ശൈലജയെ വീട് കയറി ആക്രമിച്ചതിന് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലും ഹരിജൻ യുവതിയെ മാനഭംഗപ്പെടുത്തിയതിന് മാരകായുധങ്ങൾ കൈവശം വച്ചതിനും മലമ്പുഴ പോലീസ് സ്റ്റേഷനിലും പ്രതിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എടത്തിരുത്തിയിൽ വീടിന് തീപിടിച്ചു. ഏരാക്കച്ചാലിൽ അയനിക്കാട്ട് കുട്ടന്റെ വീടിനാണ് തീപിടിച്ചത്. വ്യാഴാഴ്ച രാവിലെ 10ഓടെയായിരുന്നു സംഭവം. അപകട സമയം വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. വീടിനുള്ളിൽ നിന്ന് പുകയുന്നത് കണ്ട് സമീപവാസികൾ പുറകിലെ വാതിൽ തള്ളി തുറന്ന് നോക്കിയപ്പോഴാണ് തീ കത്തുന്നത് കണ്ടത്. കട്ടിലും വീട്ടുപകരണങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. വീടിനുള്ളിലെ സ്വാമി ചിത്രത്തിന് മുന്നിൽ കത്തിച്ചു വെച്ചിരുന്ന നിലവിളക്കിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. സമീപവാസികൾ ചേർന്ന് തീയണച്ചു. കടിക്കാടിൽ RSS പ്രവർത്തകന്റെ വീടിനു നേരെ ആക്രമണം. വീടിന്റെ ജനൽച്ചില്ലുകൾ അക്രമി സംഘം അടിച്ചു തകർത്തു. ചില്ല് ദേഹത്ത് വീണ് പിഞ്ചുകുഞ്ഞിനും അമ്മയ്ക്കും പരിക്കേറ്റു. RSS മണ്ഡൽ ശാരീരിക് പ്രമുഖ് ചുള്ളിയിൽ സുജിത്തിന്റെ വീടിന് നേരെ ബുധനാഴ്ച രാത്രി 9:30ഓടെയായിരുന്നു ആക്രമണം. ഭാര്യ ഭാഗ്യ, മകൾ 9 മാസം പ്രായമുള്ള ദക്ഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM പ്രവർത്തകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അക്രമം നടത്തിയതെന്ന് സന്തോഷ് പറഞ്ഞു. വടക്കേക്കാട് പോലീസ് അന്വേഷണം തുടങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ D-സോൺ കലോത്സവത്തിനിടെ മരം കടപുഴകി വീണ് വിദ്യാർത്ഥിനി മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. ചിറ്റിലപ്പള്ളി സ്വദേശി അനുഷയാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് D-സോൺ കലോത്സവം നിർത്തിവച്ചു. കൺസ്യൂമർ ഫെഡ് അഴിമതി കേസിൽ സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ ദ്രുത പരിശോധനയ്ക്ക് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി.
അഴീക്കോട് ജങ്കാർ സർവീസിന്റെ അറ്റകുറ്റപ്പണിയിൽ അഴിമതി നടന്നിട്ടില്ലെന്ന അന്വേഷണ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതി തള്ളി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KV ദാസൻ, CC ശ്രീകുമാർ എന്നിവർ ഉൾപ്പെടെ 6 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നും കോടതി. കാരമുക്കിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് BTech വിദ്യാർത്ഥി ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. എറവ് സ്വദേശി ആകാശാണ് മരിച്ചത്. ആരോഗ്യ സർവകലാശാലയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തണമെന്ന് ഗവർണർ P സദാശിവം. ആതുര സേവന രംഗത്തേക്ക് വരുന്നവർക്ക് വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നതെന്നും ഗവർണർ. മോദി സർക്കാരിന്റെയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെയും തൊഴിൽ വിരുദ്ധ നയങ്ങൾ ഒന്നാണെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം നടത്തുന്നതെന്നും മൊയ്തീൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.